ഇന്ന് കേരളം കത്തുവോ? കേരളം ഓൾറെഡി കത്തി. ടിക്കറ്റ് ഒന്നും ഇല്ല അവിടെ. പടം കാണരുതെന്ന് പറഞ്ഞ് പലരും ഒരു ഭാഗത്ത്, പക്ഷെ പടം കാണുമെന്ന് പറഞ്ഞിട്ട് മറ്റൊരു വിഭാഗം വേറൊരു ഭാഗത്ത്. ആ ലെവലിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയും ടിക്കറ്റ് ഇല്ല. ബുക്ക് മൈ ഷോ ഫുൾ കത്തി. കാരണം ഭയങ്കര തൂക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് നോക്കിക്കോ, ഒരു ഫസ്റ്റ് ഡേ കളക്ഷൻ വേറെ ലെവലായിരുന്നു. കേരളത്തിൽ നിന്ന് മാത്രം എനിക്ക് തോന്നുന്നൊരു 7-8 കോടി കേരളത്തിൽ നിന്ന് മാത്രം കളക്ട് ചെയ്യും ഈ ഒരു പടം. നല്ല അത്രയ്ക്കും തൂക്കിയിട്ടുണ്ട് ഏകദേശം. പിന്നെ പടം വേറെ ലെവലായിരിക്കും. പടത്തിന് നമ്മൾ മെയിനായിട്ട് എക്സ്പെക്ടേഷൻ ചെയ്യുന്നത് അടിച്ചുപൊളി പടം, അല്ലാതെ ഈ ക്രിസ്തുമസിൻ്റെ എൻജോയ് മൂവിയാണിത്. അതിന് കൂട്ടായിട്ട് മോഹൻലാലും വേറെ ലെവലായിരിക്കും. ആ മോഹൻലാൽ വരുന്ന ഒരു 22 മിനിറ്റ് അത് പ്രതീക്ഷിച്ച്, ഈ പടത്തിൻ്റെ തുടക്കം മുതലേ നമ്മളിപ്പോൾ അത് പ്രതീക്ഷിച്ചിരിക്കണമല്ലോ എന്നുള്ള ഒരു ഇതിലാണുള്ളത്. വേറെ ലെവലായിരിക്കും. ഇതിലൊന്നും പറയാനില്ല. ഇതിനിപ്പോ 20 മിനിറ്റ് വന്ന് മോഹൻലാൽ നോക്കുമോ, ദിലീപിന്റെ അവസ്ഥ ഉണ്ടാവുമോ എന്നുള്ള. പിന്നെ പോരാത്ത ധ്യാൻ ശ്രീനിവാസ് ഉണ്ട്, വിനീത് ശ്രീനിവാസ് ഉണ്ട്. എല്ലാം നമ്മളെ മെയിൻ നടന്മാരാണ്. പൊളി ടീമാണ്. എല്ലാം നമുക്ക് കണ്ടറിയാം. എന്തായാലും ഭയങ്കര വളരെ പ്രതീക്ഷയോടെയാണ് വന്നിട്ടുള്ളത്. കാരണം അത്ര ഹീറോസും പിന്നെ മോഹൻലാലിൻ്റെ ആ ഒരു ഇത് വേറെ ലെവലായിരിക്കും. എന്തായാലും നമ്മൾ വളരെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. വേറെ ലെവലാകട്ടെ. ബാക്കി നമ്മൾ പടം കണ്ടതിനൊക്കെ നല്ലൊരു പ്രതീക്ഷകള് ഒരു സംഭവമായിരിക്കുന്ന പ്രതീക്ഷയാണ് അതിരാല് ഞങ്ങൾ വന്നേക്കുന്നത്. വെറും പ്രതീക്ഷയല്ല, ഇതൊരു സംഭവമാണെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ദിലീപേട്ടൻ ഇതുവരെയുള്ള ചിത്രങ്ങൾ പോലെ ആയിരിക്കില്ല. ഇതുവരെ ചിത്രീകരണ വിശേഷങ്ങൾ കേട്ടത് മുതൽ ഒട്ടനവധി ഇതുവരെ പണം മുടക്കിയതാവട്ടെ, അതിൻ്റെ ചിത്രീകരണ സംവിധാനങ്ങളാവട്ടെ, ഒട്ടനവധി സസ്പെൻസുകളും ഉള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെയാണ് ഞങ്ങൾ വന്നേക്കുന്നത്. പിന്നെ ദിലീപേട്ടന് എല്ലാവിധ ആശംസകളും. മോഹൻലാലിൻ്റെ ആരാധകരാണ് ഞങ്ങൾ. അപ്പോൾ നല്ലൊരു സംഭവമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ഒരു തിയേറ്റർ സിനിമാ ഭ്രാന്തനാണ്, വൈഫാണ്. അപ്പോൾ ഞങ്ങൾ കഴിവതും ഞങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആഗ്രഹിക്കുന്നവരാണ്. അതിൻ്റെ ഒരു ഹൈലൈറ്റ്, അതിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് വേറെ. അങ്ങനെ നമുക്ക് വീട്ടിൽ അത്യാവശ്യം സംവിധാനങ്ങളുണ്ട് സിനിമ കാണാനുള്ളത്. എന്നിരുന്നാൽ തന്നെയും തിയേറ്ററിൽ കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് നമുക്ക് എവിടെയും കിട്ടില്ല. അപ്പോൾ അത് നേരിട്ട് അനുഭവിച്ച, പ്രത്യേകിച്ചും ഫസ്റ്റ് ഷോ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമായിരിക്കും. പിന്നെ നല്ല ഒരു അനുഭവം അത് തേടിയാണ് വന്നിരിക്കുന്നത്. അതിരാവിലെ സിനിമ നന്നായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് കേരളം കത്തല്ല, കേരളം എല്ലാ തിയേറ്ററിലും ബോംബിടാനാണ് സാധ്യത. ഇതൊരു ഫുൾ എൻ്റർടൈൻമെൻറ്റ്, ഫുൾ അടിച്ചുപൊളി പടമാണ്. ഇതൊരു ഫാമിലി ഓഡിയൻസ് അല്ല. ഇത് മെയിനായിട്ട് ന്യൂജൻ പിള്ളേരെ ഇടിച്ച് തിയേറ്ററിലേക്ക് കയറ്റാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ബാഡ് കമൻറ്റ്, നെഗറ്റീവ് കമൻറ്റിലൊന്നും നമ്മൾ പെടാതിരിക്കുക. നമ്മൾ ഒരു ബഹിഷ്കരണവും ഇല്ല. ദിലീപേട്ടനായാലും ലാലേട്ടനായാലും മമ്മൂക്കയാണെങ്കിലും നമ്മൾ പടം ഇഷ്ടപ്പെടും, നമ്മൾ കാണും. എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എല്ലാവരുടെയും പ്രയാസങ്ങളൊന്നും മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തിയേറ്റർ ബഹിഷ്കരിക്കാതിരിക്കുക. ഇത് ബഹിഷ്കരിച്ചാൽ അടുത്ത സിനിമ ബഹിഷ്കരിക്കേണ്ടി വരും. അപ്പോൾ നമ്മളോട് തന്നെ ചോദിക്കുക, നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് ചോദിക്കുക. അദ്ദേഹത്തെ കോടതി ശിക്ഷ വിധിക്കുന്നിടം വരെ നമ്മൾ തെറ്റുകാരനായിട്ട് കാണാതിരിക്കുക. ദിലീപേട്ട ഒരിക്കലും നമ്മൾ മാറ്റി നിർത്തപ്പെടേണ്ട ഒരാളല്ല. നമ്മളൊരു കുടുംബമായിട്ട് കാണേണ്ട ഒരാൾ തന്നെയാണ്. എല്ലാവരുടെയും പ്രയാസങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റില്ല. സിനിമയായിട്ട് കാണുക. ഇത് അവരുടെ ഉപജീവന മാർഗ്ഗമാണ്. അത് കാണുക, നമ്മൾ വിജയിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക. നെഗറ്റീവ് കമൻ്റ് അടിച്ച് സിനിമ നശിപ്പിക്കാതിരിക്കുക. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കോക്കനെ പോലുള്ളവരടുത്ത് പറയുകയാണ്, നിങ്ങൾ ദയവ് ചെയ്ത് സിനിമയെ നെഗറ്റീവ് അടിക്കാതിരിക്കുക, പോസിറ്റീവ് റിവ്യൂ കൊടുക്കുക. സിനിമകൾ വിജയിക്കട്ടെ. ഇനി ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട്, അവർക്ക് മുന്നോട്ട് ജീവിതം നയിക്കട്ടെ. തെറ്റുകാരനായിട്ട് വിധിക്കുന്നിടം വരെ നിങ്ങൾ ദയവ് ചെയ്ത് ഈ ബാഡ് കമൻറ്റുകൾ അടിക്കാതിരിക്കുക.